പരിമിതികൾ മറികടന്ന് സിവിൽ സർവീസ് പരീക്ഷയിൽ 167 റാങ്ക് നേടിയതിന്റെ സന്തോഷത്തിലാണ് കാസർഗോഡ് നീലേശ്വരം സ്വദേശി കാജൽ രാജു. സാധാരണ കുടുംബ പശ്ചാത്തലത്തിൽ വളർന്ന് കഠിനാധ്വാനം ഒന്നുകൊണ്ട് മാത്രമാണ് കാജൽ സിവിൽ സർവീസ് പരീക്ഷ പാസ്സായത്. പ്രധാനമന്ത്രിയുടെ വീക്ഷണം പോലെ സ്ത്രീകൾക്കും യുവാക്കൾക്കും ഊന്നൽ നൽകിയും സമൂഹത്തിന്റെ ഉന്നമനത്തിനായും പ്രവർത്തിക്കുകയാണ് കാജലിന്റെ സ്വപ്നം. എസ് ശ്രീകാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അഖിലേന്ത്യാ സിവിൽ സർവീസ് പരീക്ഷയിൽ 167 റാങ്ക് കരസ്ഥമാക്കി മലയാളത്തിൻ്റെ അഭിമാനമായി മാറിയ കാജൽ രാജു ഇന്ന് ജനം ടി വിക്കൊപ്പം ചേരുകയാണ്. കാജൽ നീലേശ്വരം സ്വദേശിയാണ്. ആദ്യം കാജൽ അഭിനന്ദനങ്ങൾ. കാരണം കേരളത്തിൽ നിന്നും 167 റാങ്ക് കരസ്ഥമാക്കി മലയാളത്തിൻ്റെ അഭിമാനം ഈ രാജ്യത്തൊട്ടാകെ ഉയർത്തിപ്പിടിച്ചതിന്. ഇനി കാജലിനോട് ചോദിക്കാനുള്ളത്, കാജലിൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ കാജലിനോട് ഇൻ്റർവ്യൂവിനിരുന്ന ആളുകൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങളുടെ ഈ അറ്റംപ്റ്റ് നിങ്ങൾ പരാജയപ്പെട്ടു പോയാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന്. അതിന് കാജൽ കൊടുത്തൊരു മറുപടി, ഞാൻ വീണ്ടും അതിനായി പരിശ്രമിക്കും എന്നുള്ളതാണ്. ആ വാക്കുകളിൽ ഇച്ഛാശക്തി ഉണ്ടായിരുന്നു. എന്താണ് കാജൽ ഈ IAS ഇത്രയധികം ഒരു അഭിനിവേശം തോന്നാനുണ്ടായ കാരണം? നമുക്ക് ആദ്യമുള്ളൊരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ചെറുപ്പം തൊട്ട് കാണുന്ന സിനിമകളായിരുന്നു. അപ്പോൾ അതിൽ കളക്ടർ പോകുന്നു, താഴെത്തട്ടിൽ ഇറങ്ങിയിട്ട് ആൾക്കാരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നു. അത് റിയാലിറ്റിയിൽ ഒരു എക്സ്റ്റെൻഡ് വരെ പോസിബിൾ ആണ്. പക്ഷെ നമ്മളത് വളരുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു ക്രേസ് പണ്ടേ മുതലുണ്ടായിരുന്നു. പിന്നെ ഞാൻ കോളേജിലും സ്കൂളിലും NSS നാഷണൽ സർവീസ് സ്കീമിൻ്റെ വോളണ്ടിയർ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സൊസൈറ്റിയിൽ പല സെക്ഷൻസിൻ്റെ ഇടയിൽ പോയി അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി നമുക്ക് സമൂഹത്തിൽ ഒരു മാറ്റം വരുത്തണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു എമൗണ്ട് ഓഫ് പവർ വേണം എന്നുള്ളത് പലപ്പോഴും വിസിബിളായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ യോജിച്ച് നോക്കിയപ്പം IAS ആണ് അതിലേക്ക് എത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വഴി എന്ന് തോന്നി. ഇപ്പോൾ ഇത് 4th അറ്റംപ്റ്റ് ആണ്. അപ്പോൾ 3 തവണ ഇതിനു വേണ്ടി പരിശ്രമിച്ചു. അവസാനം 4ാമത്തെ തവണയാണ് ഇതിലേക്ക് എത്തുന്നത്. ഈ 1-2 തവണ ഇടയ്ക്ക് പ്രിലിംസിലും ഒക്കെ പിന്നാക്കം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മനസ്സിന് എന്താണ് അപ്പോൾ തോന്നിയത്? ആരായാലും ഒരു പക്ഷേ മടുത്തു എന്ന് തോന്നുന്ന ഒരു സാഹചര്യം കാജലിന് എന്താണ് തോന്നിയത്? ഒരിക്കലും സ്റ്റാർട്ട് ചെയ്തപ്പോൾ 4th അറ്റംപ്റ്റ് വരെ ഞാൻ കണ്ടിന്യൂ ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. കാരണം ഒന്നാമത് UPSCയുടെ ഒരു റിയാലിറ്റി ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ കുറച്ചുകൂടെ ചെറുതാണ്. അപ്പം മേ ബി ഫസ്റ്റ് ഓർ സെക്കൻഡ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മിഥ്യാധാരണ ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ദൈവം സഹായിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റി. ബട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു എയിം എന്നുള്ളൊരു സർവീസിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. ബട്ട് എനിവേസ് ഞാൻ റെയിൽവേസിലായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്ത്, ഇന്ത്യൻ റെയിൽവേ മാനേജ്മെൻറ്റ് സർവീസിൽ. അപ്പോൾ അത് വളരെ നല്ലൊരു സർവീസാണ്. അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നാലും ഒന്നുകൂടെ ട്രൈ ചെയ്യാം എന്നുള്ളത് വന്നത്. അപ്പോൾ സെക്കൻഡ് അറ്റംപ്റ്റിൽ അഗെയിൻ എഴുതി. പക്ഷേ അത് അഗെയിൻ എനിക്ക് ഓൾറെഡി കിട്ടിയ ഒരു റാങ്കിൻ്റെ അടുത്തേക്ക് തന്നെയായിരുന്നു പോയത്. അപ്പോൾ ഒരു സർവീസ് മാറ്റം ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ കുറേ വിഷമിച്ചു. കാരണം എനിക്ക് എന്തെങ്കിലും ഒരു നമുക്ക് എല്ലാവരും ആസ് എ പേഴ്സൺ നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ ഡേ ബൈ ഡേ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വേണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നെക്സ്റ്റ് അറ്റംപ്റ്റ് കൊടുക്കാം. ആൻഡ് നമുക്ക് സപ്പോർട്ട് ചുറ്റുന്നുണ്ട്. പിന്നെ ഒരു ജോലി ഉള്ളത് കാരണം അതിൻ്റെ ഒരു പ്രിവിലേജ് ഉണ്ട്. ഇപ്പോൾ ഒരു ബാക്കപ്പായിട്ട് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഒന്നും ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുടെ മെൻറ്റൽ സ്റ്റേറ്റ് ആയിരിക്കില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഓക്കെ ഒന്നും കൂടെ കൊടുക്കാം. അപ്പോൾ വീണ്ടും പ്രിലിംസ് കയറിയില്ല. അപ്പോൾ അതൊരു ഭയങ്കര സെറ്റ് ബാക്കായി. അപ്പോൾ മനസ്സിലായി നമ്മൾ കുറച്ചുകൂടെ ടാർഗറ്റഡ് ആയിട്ട് ചെയ്യണം. ലൈക്ക് ഓൾറെഡി സർവീസ് കയറിയതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നമുക്ക് പ്രിലിംസ് എളുപ്പത്തിൽ കയറാൻ പറ്റും എന്നൊക്കെ എവിടേക്കോ നമുക്ക് തോന്നിപ്പോവും. പക്ഷേ UPSC ഒരിക്കലും അങ്ങനെയല്ല. നമുക്ക് ഫ്രം ദ സ്റ്റാർട്ട് ഒരാളെ കൊണ്ട് പണിയെടുപ്പിക്കും എന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു സ്റ്റേജ് ആയിരുന്നു. അങ്ങനെയാണ് 4th അറ്റംപ്റ്റിലേക്ക് കൊടുത്തത്. അപ്പോഴും ഈ ഒരു റാങ്കിലേക്ക് എത്താൻ പറ്റും എന്ന് ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഓക്കെ റാങ്ക് ലിസ്റ്റ് കയറുമായിരിക്കും, ബട്ട് അഗെയിൻ റാങ്കിൻ്റെ കാര്യത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് അതൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടറായിട്ട് കൊണ്ടുപോയത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഈ തവണ സിവിൽ സർവീസ് ക്ലിയർ ചെയ്ത ആളുകളെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കുറേയധികം പേര് അവർ വളരെ സാധാരണ പശ്ചാത്തലത്തിൽ നിന്നും വരുന്നതാണ്. ഇപ്പോൾ ശ്രീജയുടെയൊക്കെ കാര്യം എടുത്താൽ തന്നെ വളരെ സാധാരണ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നതാണ്. ഇപ്പോൾ കാജലിൻ്റെ കുടുംബം, കാജലിനെ കുറിച്ചുള്ള പേഴ്സണൽ കാര്യങ്ങൾ ഒക്കെ അറിയാൻ ഒരു പക്ഷേ ഇത്ര 167 റാങ്കിൽ എത്തി നിൽക്കുമ്പോൾ അത് ഈ സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കും ഒരു പക്ഷേ അറിയാൻ വലിയ താല്പര്യം ഉണ്ടാവും. എന്താണ് കാജലിൻ്റെ കുടുംബ പശ്ചാത്തലം, കുടുംബം, വീട്, ഇതൊക്കെ ഒന്ന് പറയാമോ? ഞാൻ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലാണ്, നീലേശ്വരം എന്ന് പറഞ്ഞ മുനിസിപ്പാലിറ്റിയിലാണ് എൻ്റെ വീട്. അപ്പോൾ അച്ഛൻ ഇപ്പം കൃഷിയാണ് ചെയ്യുന്നത്. അച്ഛൻ മുന്നേ പുറത്തായിരുന്നു. ആൻഡ് അമ്മ ഇപ്പോൾ പ്രൈമറി സ്കൂൾ ടീച്ചറാണ്. അനിയൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. അപ്പോൾ എനിക്ക് അതിലൊരു ഇൻട്രസ്റ്റിംഗ് ഇൻസിഡൻറ്റ് എനിക്ക് പറയാനുള്ളത്, ഈ സെക്കൻഡ് അറ്റംപ്റ്റിൻ്റെ റാങ്ക് ക്ലിയർ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഗവർണറിൻ്റെ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഗവർണറിൻ്റെ ഫെലിസിറ്റേഷൻ ഫംഗ്ഷൻ കേരളത്തിൽ.
അപ്പോൾ അതിൽ ഗവർണറുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഗവർണറിൻ്റെ PS ആണെന്ന് തോന്നുന്നു. അപ്പോൾ സാർ ഇങ്ങനെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ സാർ കേരളത്തിലെ മോസ്റ്റ് ബാക്ക്വേർഡ് ഡിസ്ട്രിക്റ്റ് ആയിട്ടുള്ള കാസർഗോഡ് നിന്ന് കിട്ടിയ ആളാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം കമ്പയർഡ് ടു അതർ ഡിസ്ട്രിക്ട് കാസർഗോഡ് നിന്ന് ഇങ്ങനെയുള്ള അച്ചീവ്മെൻറ്റ്സ് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ഇപ്പം ഞാൻ ആദ്യത്തെ അറ്റംപ്റ്റ് ക്ലിയർ ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് കോളുകൾ വന്നു. അപ്പോൾ അതിൽ അവർ പറഞ്ഞത് മോളുടെ റിസൾട്ട് കണ്ടപ്പോൾ നമുക്ക് സാധാരണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും. IAS എന്ന് പറയുന്നത് ഒരിക്കലും പിടികിട്ടാത്തൊരു നമുക്ക് കൈയെത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു സ്വപ്നമല്ല, അല്ലെങ്കിൽ സിവിൽ സർവീസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു എലീറ്റ് പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആൾക്കാർക്കുള്ള സ്വപ്നമല്ല എന്നൊരു കോൺഫിഡൻസ് ആൾക്കാരിൽ വന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. ആൻഡ് ബീങ് എ ഡിഫറെൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ് അത് ബാക്കിയുള്ള ആൾക്കാർക്കും നമുക്കൊരിക്കലും ഈ പരിമിതികൾ ഒരു പ്രശ്നമല്ല എന്നുള്ളതും കൂടെ തെളിയിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഈ പരിമിതിയുടെ കാര്യം പറഞ്ഞു, ഇത് തന്നെയാണ് നമുക്കും ഒരു വ്യത്യസ്തമായി തോന്നിയത്. കാരണം എന്തെങ്കിലും ഒരു പ്രതിസന്ധി ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ തോറ്റുപോകുന്നവരാണ് കൂടുതലും. കാജലിൻ്റെ ജീവിതത്തിൽ ഇതെന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്ത് കാജൽ ഇവിടെ വരെ എത്തിയത്? എനിക്കിത് ബൈ ബർത്ത് ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ വളർന്നു വരുമ്പോൾ നമുക്ക് അതുള്ളത് കാരണം ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ടായിരുന്നു എപ്പോഴും നമുക്ക്. അപ്പം പേരൻസ് ആയിരുന്നു അതിൽ ഏറ്റവും വലിയൊരു സപ്പോർട്ട് വഹിച്ചത്. അപ്പം നമുക്ക് അതൊരു പ്രശ്നമാണെന്ന് ഒരിക്കലും തോന്നിപ്പിച്ചിട്ടില്ല. അപ്പം പക്ഷേ എന്നാൽ സമൂഹത്തിൽ നമ്മൾ ഇപ്പോൾ ഒരു സ്ത്രീ ആയിരിക്കുമ്പോഴും ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരാളായിരിക്കുമ്പോഴും ഫ്രം ദ സോ കോൾഡ് ലോവർ കാസ്റ്റിൽ നിന്ന് വരുന്ന ആൾക്കാരായിരിക്കും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളെ എപ്പോഴും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ നമുക്കൊരു ചലഞ്ചായിട്ട് മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ചിലപ്പം കുറച്ച് വർക്ക് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ വളരെ സാധാരണ ഒരു ജോലിയിൽ നിൽക്കുന്നത് ചിലപ്പോൾ അത്രയൊരു നമുക്ക് അഡ്വാൻറ്റേജസ് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ എയിം ചെയ്യണം. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിലാണ് എനിക്കതൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആയിരുന്നത്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് റെയിൽവേ മേഖലയിലാണ്. റെയിൽവേ ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ കുതിപ്പിൻ്റെ പാതയിലാണ് ഒരു പക്ഷേ ഇന്ത്യൻ റെയിൽവേ. 2047 ഈ രാജ്യം വികസിത ഭാരതമാകും എന്ന് ഒരു വിഷനുള്ള പ്രൈം മിനിസ്റ്റർ കൂടിയാണ് ഇവിടം ഭരിക്കുകയും ചെയ്യുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ സിവിൽ സർവീസിലേക്ക് വരുമ്പോൾ മനസ്സിലെന്താണ്? കാരണം ചെറുപ്പക്കാരിയാണ്, ഈ നാടിനെ നയിക്കാൻ പോകുന്നത് സ്ത്രീകളും യുവാക്കളുമാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പ്രധാനമന്ത്രി കൂടിയാണുള്ളത്. അപ്പോൾ മനസ്സിലെന്താണ്? ഈ നാടിന് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് എന്താണ്? നാടിന് വേണ്ടി എനിക്ക് ഇപ്പം IAS കിട്ടുവാണെങ്കിൽ പല മേഖലകളിലും വർക്ക് ചെയ്യണം എന്നുണ്ട്. അത് എസ്പെഷ്യലി ഈ പറയുന്ന എല്ലാ മേഖലകളിലും ഒരു കൈ കൊടുക്കണം എന്നുണ്ട്. അതിൽ എസ്പെഷ്യലി ഇപ്പം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ സ്ത്രീകളുടെ ഉന്നമനം അല്ലെങ്കിൽ യൂത്തിൻ്റെ പൊട്ടൻഷ്യൽ നമുക്കൊരു ഡെമോഗ്രഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അത് എത്രമാത്രം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം, അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് വർക്ക് കൊടുക്കണം എന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള സെക്ഷൻസ് അവർക്ക് മാക്സിമം എത്രത്തോളം അവരെ എംപവർ ചെയ്യാം, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ എത്രത്തോളം എംപവർ ചെയ്യാം. ഇതിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ബട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഓരോ സൈനും ചിലപ്പം പല ഫയലുകൾ നമ്മൾ സൈൻ ചെയ്യുന്നത് പല ജീവിതങ്ങളായിരിക്കും. അപ്പം അങ്ങനെയുള്ള ജീവിതങ്ങളിലേക്ക് എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരുത്താൻ പറ്റിയാൽ അത് വളരെ നല്ല രീതിയിലായിരിക്കും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചോദ്യം, നമ്മുടെ ഈ ജീവിതത്തിൽ ഈ കടന്നു വന്ന വഴിയിൽ നമ്മളെ സ്വാധീനിച്ച ഒട്ടനവധി ആളുകളുണ്ടാകും ഈ ഒരു വിജയത്തിലേക്ക് എത്തിച്ചേരാൻ, 167ാമത് റാങ്കിലേക്ക് എത്തിച്ചേരാൻ. അങ്ങനെ സ്വാധീനിച്ചിട്ടുള്ള മനുഷ്യർ അത് ആരൊക്കെയാണെന്നൊന്ന് പറയാൻ സാധിക്കും? അങ്ങനെ ഞാൻ ഒരു ജീവിതത്തിൽ റോൾ മോഡലായിട്ട് ഇന്നൊരാളെ കാണുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളല്ല. പല സിറ്റുവേഷൻസിൽ പല ആൾക്കാരെ കാണാറുണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ പാഠങ്ങൾ പഠിക്കാറുണ്ട്. ഇപ്പം അതിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത് അച്ഛനാണ്. അപ്പോൾ അച്ഛൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ചെറുപ്പം മുതലേ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട ഒരാളാണ്. അപ്പം ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട് അത്രത്തൊരു കഷ്ടപ്പാട് എൻ്റെ മുന്നിലേക്കിട്ട് എനിക്കത് സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള സ്റ്റോറീസൊക്കെ കേൾക്കുമ്പോൾ നമുക്കിത് പറ്റും, നമ്മൾ ആക്ച്വലി അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊന്നും അല്ല എന്ന് തോന്നാറുണ്ട്. പിന്നെ അല്ലാതെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് കാണുന്ന ആൾക്കാർ ഒരുപാട് കഷ്ടപ്പാടുന്ന ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ സിവിൽ സർവീസിന് കേരളത്തിൽ നിന്ന് ക്ലിയർ ചെയ്യുന്ന ആൾക്കാരും അല്ലാതെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം കഴിഞ്ഞ വർഷവും ക്ലിയർ ചെയ്ത ഒരുപാട് ആൾക്കാർ. അപ്പോൾ അവരൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ താണ്ടിയിട്ടും എനിക്കിത് കിട്ടണം എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് പലപ്പോഴും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ എല്ലാവരിൽ നിന്നും ലെസൺസ് ഉൾക്കൊള്ളാറുണ്ട്. തീർച്ചയായും കാസർഗോഡ് എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ തന്നെ പറയുന്ന പിന്നോക്ക മേഖല, അവിടെ നീലേശ്വരം എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിൽ നിന്നും ഒരു പെൺകുട്ടി ഓൾ ഇന്ത്യ സിവിൽ സർവീസ് പാസ്സായി 167ാമത് റാങ്ക് നേടി മലയാളത്തിൻ്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. എല്ലാവിധ ആശംസകളും ജനം TV-യുടെ ഭാഗത്തു നിന്നും നേരുകയും ചെയ്യുന്നു കാജലിന്. ക്യാമറാമാൻ ഉണ്ണികൃഷ്ണനൊപ്പം S. ശ്രീകാന്ത്, ജനം, ഡൽഹി.